ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ സത്യങ്ങളെല്ലാം മിത്രയിൽ നിന്നും തുറന്നല്ല കണ്ടുപിടിച്ചിരിക്കുകയാണ്, തുറന്നു പറഞ്ഞിരിക്കുകയാണ് മിത്ര ബാലനോട്. ബാലൻ ഏതായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഗോമതി മാത്രമാണ് ബാലന്റെ മുന്നിൽ തെറ്റുകാരി. വേറെ ആരും തെറ്റുകാരികളല്ല, തെറ്റുകാരിയോ തെറ്റുകാരനോ ഒന്നുമല്ല. ബാക്കി എല്ലാവരും സാഹചര്യം മൂലം തെറ്റ് ചെയ്തവരാണ്. ഗോമതി തെറ്റുകാരി ആകുന്നത് മിത്രയും ആര്യനെയും വിവാഹം കഴിപ്പിച്ചത് കൊണ്ടല്ല. നമ്മുടെ ബാലനോട് പറഞ്ഞില്ലല്ലോ കാര്യങ്ങളൊന്നും. സാധാരണ ഒരു ഭാര്യ എന്ത് കാര്യങ്ങളും ഭർത്താവിനോട് തുറന്നു പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഇത് പറയേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ടും നമ്മുടെ ബാലനല്ല ഗോമതി തുറന്നു പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത തീരുമാനവുമായി ബാലൻ മുന്നേറ്റേക്ക് വരുന്നത്. നമ്മുടെ ഗോമതി ആണെങ്കിലോ ഇന്ന് വന്നിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എന്നെ കൊന്നാലും ശരി ഇന്ന് ഞാൻ പറയും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മുടെ ഗോമതിയും നിപ്പുണ്ട്. പക്ഷെ ഗോമതി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ബാലൻ അറിഞ്ഞു. ഇത് നേരത്തെ പണ്ടേ ഗോമതിക്ക് പറയാന്നുള്ള കാര്യം ഉള്ളായിരുന്നു. എങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതിൽ തെറ്റുകാരി ഗോമതി തന്നെയാണ്. ഗോമതി ചെയ്തത് നല്ല കാര്യമൊക്കെയാണ്, എങ്കിലും ഭർത്താവിനോട് പറയാതിരിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. അതും സ്വന്തം മകന്റെ വിവാഹമാണെന്ന് ഓർത്തോണം അല്ലെ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ മിത്ര കാല് പിടിച്ച് പറയാണ്, അങ്കിളെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഒരിക്കലും ഇതിൽ അമ്മയെ തെറ്റു പറയരുത്, അമ്മയും അച്ഛനും തമ്മിൽ ഒരു പ്രശ്നം ആകരുത്, പ്ലീസ്. ഞാൻ കാല് പിടിക്കാന്ന് പറയുമ്പം, മോളെ നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞല്ലോ, നിന്റെ ഭാഗം ഞാൻ കേട്ടു, നിന്റെ ഭാഗത്തിൽ ശരിയുണ്ട്, നിനക്കൊരു അബദ്ധം പറ്റിപ്പോയി, നിന്റെ ഒരു അബദ്ധം അത് എന്റെ ഭാര്യ ക്ലിയർ ചെയ്തു. പക്ഷേ അതല്ലല്ലോ മോളെ അതിൻ്റെതായ ശരി ഇനിയും ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ഇനി എന്ത് ശരിയാ അങ്കിളെ ഉള്ളത്, എനിക്ക് പേടിയാ. അപ്പച്ചിക്ക് പേടിയായിട്ടാണ് അപ്പച്ചി ഒന്നും പറയാതിരുന്നത്, അല്ലാതെ അങ്കിളിനോടുള്ള സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ കൊണ്ടൊന്നുമല്ല. ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളിന് പ്രശ്നം ഉണ്ടാക്കൂലോ എന്നൊക്കെ ഓർത്തിട്ടാന്ന് പറഞ്ഞപ്പം, നീ കൂടുതൽ അപ്പച്ചിനെ ന്യായീകരിക്കരുത് മിത്രേ, നിർത്തിക്കോ. നിനക്ക് പറയാനുള്ള അവസരം തീർന്നു. ഇനി ഇവിടെ നിനക്ക് പറയാനൊന്നുമില്ല. ഇനി ഇവിടെ പറയാനും സംസാരിക്കാനും ഉള്ളത് ഈ ബാലന് മാത്രമാണ്. ഇനി ബാലന്റെ വോയിസ് മാത്രമായിരിക്കും ഇവിടെ കേൾക്കേണ്ടതെന്ന്. അവിടെയാണെങ്കിൽ ആകെപ്പാടെ വിറച്ച് കുത്തി ഇരിക്കുകയാണ് നമ്മുടെ ഗോമതിയുടെ മുമ്പിലേക്ക് ദേവി വന്നിട്ട്, അമ്മേ പേടിക്കാതിരിക്കുക, സാരമില്ല, ഞാൻ എല്ലാം ബാലച്ചനോട് പറഞ്ഞ് ശരിയാക്കാം, ഞാൻ പറഞ്ഞ ബാലച്ചൻ കേൾക്കില്ലേ അമ്മേ. അപ്പൊ നമ്മുടെ ദേവിയുടെ കിന്നാരമായിട്ട് ദേവി വരുന്നത്. നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വരാതിരിക്കോ. ഗോമതി പറഞ്ഞു, എന്റെ പൊന്നു ദേവി നീ ഒന്ന് പോ, ഇപ്പൊ എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണ്ടത്. ബാലേട്ടനോട് ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, അതൊക്കെ ശരിയാ, പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇത് ഞാൻ പറഞ്ഞോളാം, ഇനി ഇതേ കയറി നീ പിടിച്ചു കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ടെന്ന്. അപ്പൊ ദേവിയുടെ വിചാരം, ദേവി ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അവിടെ ഒരു പ്രത്യേക സ്ഥാനം കിട്ടുമല്ലോ, അതാണ് ദേവി മുൻകൈ എടുക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ മിത്രേനെ കാണുന്നില്ല. മിത്രേനെ കണ്ടിട്ട് വേണം ആര്യൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അങ്ങനെ മിത്രേനെ കാണാതെ മിത്രേനെ തപ്പി പിടിച്ച് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തപ്പിയിട്ട് മിത്രേനെ കാണുന്നില്ല. അങ്ങനെ മീനാക്ഷി ആര്യൻ ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കാൻ പോയത്. അപ്പൊ ആര്യനോട് ചോദിച്ചു, മീനാക്ഷി ആര്യ മിത്രേനെ കണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല മീനാക്ഷി എടുത്ത് ഞാൻ ഇതുവരെ മിത്രേനെ കണ്ടില്ല, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഷോ ഇനിയിപ്പോ എവിടെയായിരിക്കും, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ അവള് പേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി വല്ലതും പോയതായിരിക്കുമോ? അയ്യോ എനിക്ക് പേടിയാവുക മോനെ, അവള് പേടിച്ചിട്ട് ഇറങ്ങി പോയതായിരിക്കും. ഇനി ബാലേട്ടൻ എന്താ പറയുന്നതെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങി പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിക്ക് വീണ്ടും അങ്ങ് പേടിയാകാൻ തുടങ്ങി കേട്ടോ. അപ്പം വീണ്ടും സമാധാനിപ്പിക്കുകയാണ് ദേവി, നിങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെട, ഞാൻ പറഞ്ഞല്ലോ ബാലച്ചനോട് എല്ലാം പറഞ്ഞ് നേരെയാക്കാന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ കോളവാക്കി ചളവാക്കാതിരുന്നാ മതി, ഞാൻ എല്ലാം പറഞ്ഞ് നേരെയാക്കാം. ലാസ്റ്റ് നമ്മുടെ ആര്യന് ദേഷ്യം വന്നിട്ട്, എന്റെ പൊന്ന് ദേവി ഈ കാര്യത്തിൽ ഇടപെടരുത്, ഒന്ന് മിണ്ടാതിരിക്കുവോ എന്റെ പൊന്ന് ആനന്ദേട്ടാ, ഞാൻ കാലും കൈയും പിടിച്ചു പറയാ, ഇതിനെ ഒന്ന് മാറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ദേവിയോട്, ഇങ്ങ് വന്നേ ദേവി എന്ന് പറഞ്ഞ് ആനന്ദ് മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. എവിടെ നിന്ന് നമ്മുടെ ദേവി മാറിപ്പോവാ. ആനന്ദേട്ടൻ അങ്ങ് വിട്ടെ, എന്ത് പരിപാടി ഈ കാണിക്കുന്നത്? അല്ല ആര്യ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ബാലച്ചനോട് പറഞ്ഞ എല്ലാം സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ. അപ്പം അതൊന്നും ഇവിടെ ആർക്കും വേണ്ട. പേടി എനിക്കിവിടെ ആരെയും പേടിയില്ല, ഞാനെന്തിനാ പേടിക്കുന്നത്? പറഞ്ഞു വരികയാണെങ്കിൽ ഇതില് ആര്യനും മിത്രയും മീനാക്ഷിയും അമ്മയും ഒക്കെ തെറ്റുകാരാ, ഞങ്ങളാരും തെറ്റുകാരൊന്നുമല്ല. ഞാനും ആനന്ദേട്ടൻ ഇത് അറിഞ്ഞതേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ചൻ കേൾക്കുന്നു,
ലാസ്റ്റ് നമ്മുടെ ആനന്ദിന് ദേഷ്യം വന്നിട്ട് ദേവി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ, കാരണം അവിടെ മത്സരബുദ്ധി അല്ലല്ലോ വേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ബാലൻ വരികയാണ്. ബാലനും അതുപോലെ തന്നെ നമ്മുടെ മിത്രയും കൂടെ ഒരുമിച്ചാട്ടോ വരുന്നത്. ഇങ്ങനെ കയറി വരുന്ന ഉടനെ തന്നെ നമ്മുടെ ബാലൻ കാണുന്നത് വേറെ ആരല്ല, ആര്യനെയാണ്. അപ്പൊ മിത്രേനെ കണ്ടത് മിത്രാന്ന് വിളിച്ചുകൊണ്ട് ആര്യൻ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മുടെ ബാലൻ മോനെ ആര്യ, ഈ അച്ഛനോട് ക്ഷമിക്കുക ആര്യ, മോനെ അച്ഛൻ തെറ്റുപറ്റിപ്പോയി മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിരിച്ച് കരയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യം ചോദിച്ചാൽ അച്ഛൻ എന്താ അച്ഛാ ഇത്, അച്ഛൻ എന്താ ഇങ്ങനെ കരയുന്നത്? അപ്പം ഇങ്ങനെ ബാലൻ കരയുന്ന ഒച്ച കേട്ടിട്ടും ബാലൻ വന്നതറിഞ്ഞിട്ടും നമ്മുടെ മിത്ര അകത്ത് കയറി ചെന്നിട്ടും എല്ലാവരും അറിഞ്ഞു നമ്മുടെ ബാലനും മിത്രയും വന്നു. അപ്പൊ മിത്രയോട് ചോദിക്കും എവിടെ പോയതായിരുന്നു മിത്ര, നീ എവിടെയായിരുന്നു മീനാക്ഷി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മീനാക്ഷി ചേച്ചി ഞാന് അച്ഛനോടെല്ലാം പറഞ്ഞു, അച്ഛൻ എന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചു. അപ്പൊ തന്നെ നമ്മുടെ ഗോമതി ചങ്കത്ത് കൈവെച്ച എന്റെ പൊന്നു ഭഗവാനേ ഭഗവതിയെ, ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കുടുകുടാ വിറച്ച് നിൽക്കുമ്പോൾ ആര്യനെയും കൂട്ടി അകത്തേക്ക് കയറി വരികയാണ് നമ്മുടെ ബാലൻ വന്നതും ആർക്കും ഒന്നും പറയാനില്ല, നിശബ്ദതയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബാലൻ മിണ്ടാതെ ഇങ്ങനെ എന്താ പറയാ, ആര്യനോടുള്ള ആ ഒരു സ്നേഹവും സങ്കടവും ഒക്കെ ഇങ്ങനെ വെച്ച് നമ്മുടെ ബാലന്റെ മുഖത്ത് നോക്കുമ്പോൾ വലിയ ദേഷ്യമൊന്നും കാണുന്നില്ല കേട്ടോ, സങ്കടവും ഒക്കെ കാണുന്നത്. അപ്പോഴത്തേക്കും ഗോമതി ഓർത്തു ഇനിയിപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും ഓർത്തിട്ട് ഗോമതി അത് പിന്നെ ബാലേട്ട ഞാനൊന്ന് പറയട്ടെ. ദേ നിർത്ത് ഗോമതി നിർത്ത്, ഇനി ആരും ഇവിടെ ഒരു അക്ഷരം വേണ്ടി പോരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി അത് പിന്നെ ബാലച്ചൻ പറയുന്ന കേക്ക് ബാലച്ച, ഇതൊക്കെ നല്ലതിന് വേണ്ടി. ദേവി നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്, നിന്നോട് ഞാൻ വർത്താനം പറയാൻ പറഞ്ഞോ, നിന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ആരും ഇവിടെ മിണ്ടിപ്പോകരുത് ഒരക്ഷരം. ഇനി ഇവിടെ വോയിസ് ഉള്ളത് വേറെ ആർക്കുമല്ല, എനിക്ക് മാത്രമാ. ഞാൻ പറയും, നിങ്ങളൊക്കെ അനുസരിക്കും. ഇനി അതാവണം, ഇനി അതായിരിക്കണം. ഇനിയുള്ള കാര്യമേ ഈ ബാലൻ പറയും, എണ്ണി എണ്ണി പറയും. ഞാൻ വിശ്വസിച്ചവരെല്ലാവരും എന്നെ ചതിച്ചു, വഞ്ചിച്ചു. ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ടു നടന്ന എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു, അവൾ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വെറും വട്ടപൂജ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഒരക്ഷരം ആരും മിണ്ടിപ്പോകരുത്. അന്ന് ഗുരുവായൂരിൽ വെച്ച് നടന്നത് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ്, ഏതിനാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാ ബാലൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ബാലന്റെ അവസാനത്തെ തീരുമാനമായിരിക്കും. അതാർക്കും മാറ്റി തിരുത്താനോ മാറ്റി എഴുതാനോ സമ്മതിക്കില്ല ഞാന്. കിടുകിടാവിറക്കിയ നമ്മുടെ ദേവിയല്ല ഗോമതി കേട്ടോ. ഏതായാലും ഗോമതി അത് പിന്നെ ബാലേട്ടാന്ന് പറയുമ്പോൾ മിണ്ടരുതെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈയൊക്കെ ഓങ്ങുന്നുണ്ട്. ഏതായാലും അടി കിട്ടുമോ എന്തോ, ഒരടി കിട്ടിയാലും വേണ്ടുവേല, കാരണം ഗോമതിക്ക് അത് അർഹിക്കുന്നതാണ് ആ അടി. ഏതായാലും നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത്. നമ്മുടെ ബാലന്റെ അവസാനത്തെ തീരുമാനം എന്തായിരിക്കും? ഇനി ഗോമതിയാണോ ആ വീട്ടിൽ, അതോ ഇനി ഗോമതി നേരെ കൃഷ്ണമംഗലത്തേക്ക് പോകേണ്ടി വരുമോ? ഏതായാലും കൃഷ്ണമംഗലത്തേക്ക് ഇപ്പം ഗോമതി ചെന്ന് കഴിഞ്ഞാൽ ഇരു കൈയും നീട്ടിൽ സ്വീകരിക്കാന് നമ്മുടെ കൃഷ്ണമംഗലംകാര് കാത്തു നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഗോമതിയുടെ പേരിലാണല്ലോ കൃഷ്ണമംഗലം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ നമ്മള് എന്നും വൈകിട്ട് പ്രമോ വിശേഷമാണ് ചെയ്യുന്നത്. ഇത് ഒറിജിനൽ വിശേഷം തന്നെയാണ്. പ്രമോ വിശേഷം തന്നെ, പ്രമോ എന്ന് പറഞ്ഞാലും ഇത് ഒറിജിനൽ വിശേഷം തന്നെയാണ്. ഇത് തന്നെയാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങൾക്ക് മുമ്പിൽ ഫുൾ വിശേഷവുമായി വരാത്തത്. പിന്നെ നമ്മുടെ പുതിയ കഥയുണ്ടല്ലോ, അലീനയുടെ കഥയുടെ ഫുൾ വിശേഷവും ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഒത്തിരി വിശേഷം ആയി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിന്റെ പ്രമോ വിശേഷം മാത്രം പറയുന്നത്. അപ്പൊ ഫുൾ വിശേഷം കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേരെ കേട്ടോ, ഞാൻ ഫുൾ വിശേഷമായിട്ട് തരാം. ഇത് തന്നെയാണ് ഫുൾ വിശേഷം. പിന്നെ ഡയലോഗുകൾക്ക് കുറച്ച് മാറ്റം വരുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പോവുക, ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ. പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ അലീനയുടെ കഥ ഇടുവേ, അതും കാണാൻ മറക്കരുതേ.